ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു മജ്ബൂസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കന് മസാല അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള സബോള നമ്മൾ കുരുകുരുവായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് നീളമുളകാണ് ആവശ്യം. പിന്നെ നമ്മൾ തക്കാളി മിക്സിയിലിട്ട് അടിച്ചു വെച്ചു. ഇനി നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട കരയാമ്പൂ എന്ന സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ സബോള ഇട്ടു. അത് നന്നായി വരട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ഇടുന്നത്. അതും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് മജ്ബൂസിൻ്റെ മസാലയാണ്. അതും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അരച്ചു വെച്ച തക്കാളിയുടെ പേസ്റ്റും അതിലിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ് ഒഴിച്ചത്. അത് നന്നായി മിക്സ് ചെയ്യണം. അതിന് ശേഷം കുറച്ച് ഉപ്പും അത്യാവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു നാരങ്ങയാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് ഉണങ്ങിയ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങയുടെ തൊലിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് നേരം ആവിയിൽ മൂടി വെച്ച് തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അത് സിമ്മിലിട്ട് മൂടി വെക്കണം. അതിനുശേഷം ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു വിസിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പത്തിന് നമുക്ക് ചിക്കൻ വറക്കണത് നമ്മൾ മസാല ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് മജ്ബൂസിന് ഉണ്ടാക്കുന്നത്. ആ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തു. അത് നന്നായി ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് കോരിയെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ ആവിയാക്കി വെച്ചത് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അതിലോട്ട് ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മൂടി വെക്കണം. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമുക്കുള്ള വെളിച്ചെണ്ണ കുറച്ച് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സർവ് ചെയ്യാം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.